ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മെയിൻ റോഡ്, ചാലശ്ശേരി. നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവ് നിലമ്പൂർ പാത ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ പൂമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. പട്ടാമ്പി ബസ് സ്റ്റോപ്പിന് മുൻവശത്ത് നിൽക്കുന്ന 3 പൂമരങ്ങളാണ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നത്. പഴഞ്ഞിയാനൂരിൽ പുതുതായി നിർമ്മിച്ച എൽദോമോർ ബസേലിയോ സെന്ററിന്റെ കൂദാശ ഭക്തിസാന്ദ്രമായി. കൂദാശ ചടങ്ങിൽ അഭിമന്യ പിതാക്കന്മാരും നിരവധി വൈദിക ശ്രേഷ്ഠരും നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം പാണ്ടിക്കടവ് സ്വദേശി 14 വയസ്സുകാരനാണ് മരിച്ചത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയുടെ ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നിധി പെൻഷൻ വിതരണം ജൂലൈ 24 മുതൽ വിതരണം തുടങ്ങുമെന്ന് ധനമന്ത്രി. തൃശൂരിലെ നന്ദിപുരത്ത് മിന്നൽ ചുഴലി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 11ാം വാർഡ് ഉൾപ്പെടുന്ന തെക്കേ നന്ദിപുരത്താണ് ഇന്ന് രാവിലെ മിന്നൽ ചുഴലി അനുഭവപ്പെട്ടത്. വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. എടക്കഴിയൂർ പഞ്ചവടി പുളിക്കൽ വീട്ടിൽ നജീബിനെയാണ് നാടുകടത്തിയത്. ഇതോടുകൂടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു.